ആകാശം അന്ന് വല്ലാതെ തെളിഞ്ഞു നിന്നിരുന്നു. ജനൽ ചില്ലയിലൂടെ അരിച്ചിറങ്ങിയ വെയിൽത്തുണ്ട് മീനാക്ഷിയുടെ മുഖത്ത് വികൃതി കാണിച്ചപ്പോഴാണ് അവൾ മെല്ലെ കണ്ണു തുറന്നത്. അരികിൽ ഗാഠനിദ്രയിലായിരുന്ന ആകാശിന്റെ മുഖത്തേക്ക് നോക്കിയവൾ അറിയാതെ പുഞ്ചിരിച്ചു. പ്രണയിച്ചു തുടങ്ങിയ കാലം മുതൽ കണ്ട് ശീലിച്ച അതേ നിഷ്കളങ്കത ആ മുഖത്ത് ഇപ്പോഴുമുണ്ട്. വിവാഹം കഴിഞ്ഞ് 1 മാസം തികയുന്നതേയുള്ളൂ. ജീവിതം ഒരു സ്വപ്നം പോലെ മനോഹരമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞ ദിനങ്ങളായിരുന്നു അത്. ആകാശേ, എഴുന്നേൽക്ക്, നേരം ഒരുപാടായി. അവൾ അവൻ്റെ മുടിയിൽ തലോടി വിളിച്ചു. 5 മിനിറ്റ് കൂടി മീനു. ഈ തണുപ്പത്ത് നിന്റെ അരികിലിരുന്ന് ഉറങ്ങുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സുഖം. ആകാശ് കണ്ണു തുറക്കാതെ തന്നെ അവളെ ചേർത്ത് പിടിച്ചു. അതായിരുന്നു അവരുടെ ലോകം. കോളേജ് കാലത്തെ ചെറിയ പിണക്കങ്ങളിൽ നിന്നും ഇണക്കങ്ങളിൽ നിന്നും വളർന്ന പ്രണയം വീട്ടുകാരുടെ എതിർപ്പുകളെ അതിജീവിച്ച് ഒരു താലിച്ചരടിൽ കോർത്തപ്പോൾ അവർ കരുതിയത് ഇനി തങ്ങളെ വേർപെടുത്താൻ ആർക്കും കഴിയില്ലെന്നാണ്. കോട്ടയത്തെ ചെറിയ വാടക വീട്ടിൽ അവർ കണ്ട സ്വപ്നങ്ങൾക്ക് ആകാശത്തോളം വലുപ്പമുണ്ടായിരുന്നു. അടുക്കളയിൽ ചായ തിളയ്ക്കുന്ന മണവും ആകാശിന്റെ കുസൃതി നിറഞ്ഞ വർത്തമാനങ്ങളും മാത്രമായിരുന്നു ആ വീടിന്റെ ഐശ്വര്യം. എന്നാൽ വിധി അവർക്കായി കരുതി വെച്ചത് മറ്റൊന്നായിരുന്നു. അന്ന് വൈകുന്നേരം ഓഫീസ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ പെയ്ത മഴയ്ക്കും മരണത്തിന്റെ മണമുണ്ടായിരുന്നു. ഒരു നിമിഷത്തെ അശ്രദ്ധ, നിയന്ത്രണം വിട്ട് പാഞ്ഞു വന്ന ലോറി. ആകാശ് യാത്ര പോയി. മീനാക്ഷിയുടെ പ്രാണൻ പാതി വഴിയിൽ ഉപേക്ഷിച്ചുകൊണ്ട് ആശുപത്രിയുടെ ഇടനാഴിയിൽ തണുത്ത തറയിലിരിക്കുമ്പോൾ അവൾക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. വെള്ള തുണി പുതപ്പിച്ച് കിടത്തിയിരിക്കുന്ന ആ രൂപം തൻ്റെ ആകാശല്ല എന്ന് അവൾ സ്വയം പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ സത്യം ഒരു കല്ല് പോലെ അവളുടെ നെഞ്ചിൽ അമർന്നു. വിവാഹത്തിന്റെ മൈലാഞ്ചി നിറം മായും മുൻപേ കൈകളിൽ വൈധവ്യത്തിന്റെ വിവർണത പടർന്നു. ആകാശിന്റെ മരണം മീനാക്ഷി ഒരു ജീവച്ഛവമാക്കി മാറ്റിയിരുന്നു. വിവാഹ ഫോട്ടോയിലെ ചിരിക്കുന്ന ആ മുഖത്തേക്ക് നോക്കി ദിവസങ്ങളോളം അവൾ മൗനമായിരുന്നു. ഭക്ഷണത്തോടും വെള്ളത്തോടും അവൾക്ക് താല്പര്യമില്ലാതെയായി. ചുറ്റും നിൽക്കുന്നവരുടെ സാന്ത്വന വാക്കുകൾ അവൾക്ക് വെറും ശബ്ദകോലാഹലങ്ങൾ മാത്രമായിരുന്നു. ആകാശിന്റെ വീട്ടുകാർക്കും അതൊരു താങ്ങാനാവാത്ത ആഘാതമായിരുന്നു. പ്രത്യേകിച്ച് അവൻ്റെ അനിയൻ അർജുന്. ജ്യേഷ്ഠനെ ഒരു ദൈവത്തെ പോലെ സ്നേഹിച്ചിരുന്നവൻ. ആകാശിന്റെ മരണശേഷം അർജുന്റെ ഉള്ളിലെ ചിരിയും മാഞ്ഞു പോയിരുന്നു. മാസങ്ങൾ കടന്നു പോയിട്ടും മീനാക്ഷിയുടെ അവസ്ഥയിൽ മാറ്റമൊന്നും ഉണ്ടായില്ല. അവളുടെ വീട്ടുകാർ അവളെ തിരികെ കൊണ്ടുപോവാൻ ആവുന്നത്ര ശ്രമിച്ചു. മോളെ, നിനക്ക് വയസ്സ് 22 ആയിട്ടുള്ളൂ. ഇനിയും ഒരു ജീവിതം നിനക്ക് മുന്നിലുണ്ടെന്ന് അമ്മ പറയുമ്പോൾ മീനാക്ഷി വെറുതെ ഒന്ന് നോക്കുക മാത്രം ചെയ്യും. എൻ്റെ ജീവിതം ആകാശിനൊപ്പം തീർന്നു അമ്മേ. ഈ മുറിയിൽ അവൻ്റെ ഗന്ധമുണ്ട്. എനിക്കിവിടെ ഇരിക്കണം എന്നവൾ വാശി പിടിച്ചു. മീനാക്ഷിയുടെ കണ്ണുനീർ കണ്ടു നിൽക്കാൻ ആകാശിൻ്റെ മാതാപിതാക്കൾക്കും കഴിഞ്ഞില്ല. ഒടുവിൽ കുടുംബത്തിലെ മുതിർന്നവർ ഒരു വലിയ തീരുമാനത്തിലെത്തി. മീനാക്ഷിയുടെ ജീവിതം ഇങ്ങനെ നശിക്കാൻ പാടില്ല. അർജുൻ അവളെ വിവാഹം കഴിക്കട്ടെ എന്ന് ആകാശിൻ്റെ അച്ഛൻ രാഘവൻ നായർ പ്രഖ്യാപിച്ചപ്പോൾ അത് കേട്ടവർക്കെല്ലാം അത്ഭുതമായിരുന്നു. അച്ഛാ, അത് ചേട്ടൻ്റെ സ്ഥാനമാണ്. എനിക്ക് എങ്ങനെ പറ്റും? എനിക്ക് അവളെ ഒരു ഏട്ടത്തിയമ്മയായിട്ടേ കാണാൻ കഴിയൂ. അർജുൻ വിറങ്ങലിച്ചു നിന്നു. പക്ഷേ രാഘവൻ നായരുടെ വാക്കുകൾക്ക് നിസ്സഹായതയുടെ മൂർച്ചയുണ്ടായിരുന്നു. അർജുൻ, അവൾ പുറത്തുനിന്ന് വന്നൊരു പെണ്ണല്ല, നമ്മുടെ മകളാണ്. മറ്റൊരു വീട്ടിലേക്ക് അവളെ പറഞ്ഞയക്കാൻ എനിക്ക് വയ്യ. നീ അവളെ സംരക്ഷിക്കണം. മീനാക്ഷി ആവട്ടെ കരഞ്ഞു തളർന്നിരുന്നു. ആകാശിന് പകരം മറ്റൊരാൾ, അതും അവൻ്റെ സ്വന്തം അനിയനായാൽ പോലും അവൾക്ക് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല. ആ മുറിയിൽ ആകാശിനൊപ്പം ഇരുന്ന ഓരോ നിമിഷവും അവളുടെ ഉള്ളിൽ കനലായി തിളച്ചു. പക്ഷേ അർജുൻ്റെ അമ്മയുടെ അപേക്ഷകൾക്കും കുടുംബത്തിൻ്റെ മാനാഭിമാനങ്ങൾക്കും മുന്നിൽ അവർക്ക് കീഴടങ്ങേണ്ടി വന്നു. ആകാശ് മരിച്ച 6-ാം മാസം ആ വലിയ തറവാട്ടിലെ പൂമുഖത്ത് വെച്ച് നിശബ്ദമായ ഒരു ചടങ്ങിൽ അർജുൻ മീനാക്ഷിയുടെ കഴുത്തിൽ താലി ചാർത്തി. വിവാഹം കഴിഞ്ഞെങ്കിലും ആ മുറിയിൽ ശ്വാസം മുട്ടിക്കുന്ന ഒരു നിശബ്ദത താളം കെട്ടി നിന്നു. അർജുൻ മുറിയുടെ ഒരു കോണിലും മീനാക്ഷി മറുവശത്തും ഇരുന്നു. ആകാശും അവളും ചിരിച്ചുല്ലസിച്ച അതേ രാത്രി, അതേ കട്ടിൽ, എല്ലാം അവൾക്കൊരു പരിഹാസം പോലെ തോന്നി. മീനാക്ഷി, നീ എന്നെ ഒരു കുറ്റവാളിയെ പോലെ നോക്കരുത്. എനിക്കിതിൽ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല, അർജുൻ പതുക്കെ പറഞ്ഞു. അവൻ്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. മീനാക്ഷി ഒന്നും മിണ്ടിയില്ല. അവളുടെ കണ്ണുകൾ ചുവരിലെ ആകാശിൻ്റെ ചിരിക്കുന്ന ഫോട്ടോയിലായിരുന്നു. അർജുനെ കാണുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു ഭയവും സങ്കടവും തോന്നി. അവനിൽ ആകാശിൻ്റെ ഛായയുണ്ട്. ചിരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ആ സാമ്യം പ്രകടമാണ്. പക്ഷെ അവൻ ആകാശല്ല.
എനിക്ക് ആരെയും സ്നേഹിക്കാൻ കഴിയില്ല അർജുൻ. എൻ്റെ ഉള്ളിൽ ആകാശം മാത്രമേ ഉള്ളൂ. ഈ താലി വെറുമൊരു കയറാണ് എനിക്ക്. അവൾ വിതുമ്പലോടെ പറഞ്ഞു. അർജുൻ ഒരു നിമിഷം അവളെ നോക്കി നിന്നു. അവൻ്റെ ഉള്ളിലും വലിയൊരു നോവുണ്ടായിരുന്നു. തൻ്റെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ജ്യേഷ്ഠൻ്റെ ഭാര്യയ്ക്കായി ബലി കൊടുത്ത ഒരു അനിയൻ്റെ വേദന. അവൻ പതുക്കെ മുറിക്ക് പുറത്തേക്ക് നടന്നു. എനിക്കറിയാം മീനാക്ഷി, എനിക്ക് ചേട്ടനും അല്ലാതെ മറ്റാരുമില്ലായിരുന്നു. നമ്മൾ രണ്ടുപേരും ഒരേ വേദന പങ്കിടുന്നവരാണ്. നീ എന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ നിർബന്ധിക്കില്ല. നമുക്ക് വെറും അപരിചിതരായി മുറിയിൽ കഴിയാം. അവൻ കട്ടിലിൻ്റെ താഴെ ഒരു ഷീറ്റ് വിരിച്ചു കിടന്നു. ആ രാത്രി മീനാക്ഷി തറയിൽ കിടന്ന് വിങ്ങി വിങ്ങി കരഞ്ഞു. തൻ്റെ ജീവിതം എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവൾക്ക് ഒരു നിശ്ചയവുമില്ലായിരുന്നു. സ്നേഹം മരിച്ച ഒരിടത്ത് നിർബന്ധപൂർവ്വം കെട്ടിയേൽപ്പിക്കപ്പെട്ട ഒരു ബന്ധം എത്ര നാൾ മുന്നോട്ട് പോകും? പിറ്റേന്ന് രാവിലെ മുതൽ അവർക്കിടയിൽ ഒരു മൗനയുദ്ധം ആരംഭിച്ചു. അർജുൻ വെളുപ്പിന് എഴുന്നേറ്റ് ഓഫീസിൽ പോകും. മീനാക്ഷി വീട്ടിലെ ജോലികളിൽ മുഴുകും. അമ്മായിയമ്മയോടും അമ്മായിയപ്പനോടും സംസാരിക്കുമെങ്കിലും അർജുൻ മുന്നിൽ വരുമ്പോൾ അവൾ മുഖം തിരിക്കും. അർജുൻ ഓഫീസിൽ നിന്ന് വന്നാൽ നേരെ തന്നെ ജോലികളിലോ ലാപ്ടോപ്പിലോ മുഴുകും. വീട്ടുകാർക്ക് മുന്നിൽ അവർ ദമ്പതികളായി അഭിനയിച്ചു. എന്നാൽ അടച്ചിട്ട മുറിക്കുള്ളിൽ അവർ രണ്ട് ധ്രുവങ്ങളിലായിരുന്നു. ഒരു ദിവസം കനത്ത മഴ പെയ്യുകയായിരുന്നു. പണ്ട് ആകാശിനൊപ്പം മഴ നനഞ്ഞ ഓർമ്മകൾ മീനാക്ഷിയുടെ ഉള്ളിൽ തികട്ടി വന്നു. അവൾ വരാന്തയിലിരുന്ന് പുറത്തെ തോരാത്ത മഴയെ നോക്കി കരയുന്നത് കണ്ട് അർജുൻ അരികിലെത്തി. മീനാക്ഷി, ചേട്ടൻ പോയി എന്നത് സത്യമാണ്. പക്ഷെ നീ ഇങ്ങനെ ജീവിക്കാതെ മരിക്കുന്നത് ചേട്ടൻ കണ്ടാൽ സഹിക്കില്ല. നീ എന്തിനാണ് എന്നെ ഇത്രയധികം വെറുക്കുന്നത്? അവൻ്റെ ചോദ്യം വളരെ ശാന്തമായിരുന്നു. ഞാൻ നിന്നെ വെറുക്കുന്നില്ല അർജുൻ. പക്ഷെ നിന്റെ സ്ഥാനത്ത് ഞാൻ എപ്പോഴും അവനെയാണ് കാണുന്നത്. അതെന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു. അവൾ മുഖം പൊത്തി. അർജുൻ അവളുടെ തോളിലൊന്ന് തൊടാനാഞ്ഞെങ്കിലും പെട്ടെന്ന് തൻ്റെ അവകാശമില്ലായ്മയെക്കുറിച്ച് ഓർത്ത് കൈ പിൻവലിച്ചു. വേദനകൾ പങ്കുവച്ചാൽ കുറയുമെന്നാണ് പറയാറുള്ളത്. നമുക്ക് സംസാരിച്ചു തുടങ്ങണം. വിവാഹം കഴിച്ചതുകൊണ്ട് നീ ഉടനെ എൻ്റെ ഭാര്യയാകില്ല. പക്ഷെ സുഹൃത്തുക്കളായിക്കൂടെ? അവൻ നീട്ടിയ സൗഹൃദത്തിൻ്റെ കൈ മീനാക്ഷി നോക്കി നിന്നു. അർജുൻ്റെ കണ്ണുകളിൽ ആകാശിൻ്റേത് പോലെയുള്ള തന്നെ ഒരു ആർദ്രതയുണ്ട്. ഒരുപക്ഷെ ജീവിതം അവളോട് പറയാൻ ശ്രമിക്കുന്നത് മറ്റൊന്നായിരിക്കാം. അവൻ അവളെ ഉപദ്രവിക്കാനല്ല, മറിച്ച് തകർന്നു പോയ അവളുടെ ജീവിതത്തിന് ഒരു താങ്ങാവാനാണ് ശ്രമിക്കുന്നതെന്ന് അവൾക്ക് തോന്നി തുടങ്ങി. എങ്കിലും ആകാശിൻ്റെ ഓർമ്മകൾക്കിടയിൽ അർജുനൊരു സ്ഥാനം നൽകാൻ അവളുടെ മനസ്സ് അപ്പോഴും തയ്യാറായിരുന്നില്ല. വിവാഹത്തിന് ശേഷമുള്ള ആദ്യത്തെ മാസങ്ങൾ മീനാക്ഷിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പരീക്ഷണം തന്നെയായിരുന്നു. അർജുൻ നൽകിയ സൗഹൃദത്തിൻ്റെ കൈ അവൾക്ക് ആശ്വാസമായെങ്കിലും അവൻ്റെ ഓരോ പ്രവൃത്തിയിലും അവൾ അറിയാതെ ആകാശിനെ തിരഞ്ഞു. അർജുൻ ഭക്ഷണം കഴിക്കുമ്പോൾ, ചിരിക്കുമ്പോൾ, ഉറക്കത്തിൽ തിരിഞ്ഞു കിടക്കുമ്പോൾ പോലും അവൾക്കത് ആകാശിൻ്റെ ഓർമ്മകളായാണ് ഉണർത്തിയത്. അത് അവളിൽ വലിയൊരു മാനസിക സംഘർഷമുണ്ടാക്കി. ഒരു വശത്ത് അർജുൻ്റെ നിസ്വാർത്ഥമായ സ്നേഹവും കരുതലും, മറുവശത്ത് തൻ്റെ ആദ്യ പ്രണയത്തോടുള്ള വിശ്വസ്തതയും. അർജുനെ സ്നേഹിക്കുന്നത് ആകാശിനെ ചതിക്കുന്നതിന് തുല്യമാണോ എന്ന ചോദ്യം രാത്രികളിൽ അവളെ ഉറക്കിയില്ല. അർജുൻ എല്ലാം മനസ്സിലാക്കിയിരുന്നു. അവൻ അവളോട് അനാവശ്യമായ അടുപ്പം കാണിച്ചില്ല. വീട്ടിൽ മറ്റുള്ളവർക്ക് മുന്നിൽ അവർ സാധാരണക്കാരെ പോലെ പെരുമാറി. എന്നാൽ മുറിക്കുള്ളിൽ മീനാക്ഷി തീർത്ത മൗനത്തിൻ്റെ മതിലുകൾ അവൻ തകർക്കാൻ ശ്രമിച്ചില്ല. അവൾക്ക് അവളുടെ സമയം നൽകുക എന്നതായിരുന്നു അർജുൻ്റെ നയം. ഒരു ദിവസം വൈകുന്നേരം ഓഫീസിൽ നിന്ന് വന്ന അർജുൻ കണ്ടത് ആകാശിൻ്റെ ഷർട്ട് ചേർത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് കരയുന്ന മീനാക്ഷിയെയാണ്. അത് കണ്ടപ്പോൾ അവൻ്റെ ഉള്ളിലും ഒരു നീറ്റലുണ്ടായി. എങ്കിലും അവൻ ശാന്തനായി അവളുടെ അരികിലിരുന്നു. മീനാക്ഷി, നിനക്ക് വേണമെങ്കിൽ കരയാം. പക്ഷേ ആകാശ് ചേട്ടൻ പോയത് എൻ്റെയും നഷ്ടമാണ്. ആ സങ്കടം പങ്കുവെക്കാൻ നീയെങ്കിലും കൂടെയില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിച്ചു പോകും. അർജുൻ്റെ ശബ്ദം ആദ്യമായി ഇടറുന്നത് അവൾ കേട്ടു. അവൾക്ക് തോന്നി താൻ സ്വന്തം വേദനയിൽ മാത്രം മുഴുകിയപ്പോൾ അർജുൻ്റെ വേദനയെ അവൾ കണ്ടില്ല. ജ്യേഷ്ഠനെ നഷ്ടപ്പെട്ട അനിയനാണ് തൻ്റെ മുന്നിലിരിക്കുന്നത്. പക്ഷെ അവൻ തൻ്റെ സങ്കടങ്ങൾ കടിച്ചു പിടിച്ച് മീനാക്ഷിക്ക് തണലാവുകയായിരുന്നു. ആ തിരിച്ചറിവ് അവർക്കിടയിലെ മഞ്ഞുരുകാൻ കാരണമായി. പിന്നീട് അവർക്കിടയിൽ ചെറിയ രീതിയിലുള്ള സംസാരങ്ങൾ തുടങ്ങി. അർജുൻ അവളുടെ വായനാശീലത്തെ പ്രോത്സാഹിപ്പിച്ചു. അവൾക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ തേടി പിടിച്ചുകൊണ്ട് വന്ന് നൽകി. എങ്കിലും അവരുടെ ബന്ധം ഒരു ഭാര്യ ഭർത്താക്കന്മാർ എന്ന നിലയിലേക്ക് വളർന്നിരുന്നില്ല. അതിനൊരു കാരണമായ സംഭവം നടന്നത് ഏതാനും ആഴ്ചകൾക്ക് ശേഷമാണ്.
അന്ന് മീനാക്ഷിക്ക് കടുത്ത പനി ബാധിച്ചു. ആകാശിന്റെ ഓർമ്മകൾ വല്ലാതെ അലട്ടിയ രാത്രിക്ക് ശേഷമായിരുന്നു അത്. പനിച്ചു വിറച്ചു കിടക്കുന്ന മീനാക്ഷിയുടെ തലയ്ക്കൽ അർജുൻ രാത്രി മുഴുവൻ കാവലിരുന്നു. അവളുടെ നെറ്റിയിൽ നനഞ്ഞ തുണി വച്ചും മരുന്നുകൾ കൃത്യസമയത്ത് നൽകിയും അവൻ അവളെ ശുശ്രൂഷിച്ചു. പാതി മയക്കത്തിൽ മീനാക്ഷി ആകാശി എന്ന് വിളിച്ചപ്പോൾ അർജുൻ അവളുടെ കൈകൾ മുറുകെ പിടിച്ചു. ഞാനിവിടെയുണ്ട് മീനാക്ഷി, പേടിക്കേണ്ട, അവൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. നേരം വെളുത്തപ്പോൾ പനി കുറഞ്ഞു. കണ്ണു തുറന്ന മീനാക്ഷി കണ്ടത് കസേരയിൽ ഇരുന്നുറങ്ങുന്ന അർജുനെയാണ്. അവൻ്റെ മുഖത്ത് ക്ഷീണമുണ്ടായിരുന്നു. ആ നിമിഷം മീനാക്ഷി ആദ്യമായി അർജുനെ ആകാശിൻ്റെ അനിയനായല്ല, മറിച്ച് തന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു പുരുഷനായി കണ്ടു. തൻ്റെ ഓരോ ശ്വാസത്തിലും ആകാശിനെ തിരഞ്ഞ താൻ അരികിൽ നിൽക്കുന്ന ഈ ജീവനുള്ള സ്നേഹത്തെ കണ്ടില്ലല്ലോ എന്ന് അവൾ വേദനിച്ചു. അന്ന് ഉച്ചയ്ക്ക് ശേഷം അർജുൻ അവളുടെ അരികിലെത്തി. ഇപ്പോൾ എങ്ങനെയുണ്ട്, ആശുപത്രിയിൽ പോകണോ എന്ന് ചോദിച്ച് അവൻ്റെ കണ്ണുകളിൽ തെരഞ്ഞത് പ്രണയമായിരുന്നില്ല, മറിച്ച് ആഴമേറിയ കരുതലായിരുന്നു. അർജുൻ, മീനാക്ഷി മെല്ലെ വിളിച്ചു. എനിക്ക് വേണ്ടി എന്തിനാണ് നീ ഇത്രയധികം കഷ്ടപ്പെടുന്നത്? നിനക്ക് നിന്റെ ഇഷ്ടത്തിന് ജീവിക്കാമായിരുന്നില്ലേ അർജുൻ? ഒന്ന് പുഞ്ചിരിച്ചു മീനാക്ഷി. ചേട്ടൻ പോയപ്പോൾ എൻ്റെ ജീവിതം ഈ വീട്ടുകാർക്ക് വേണ്ടിയുള്ളതായിരുന്നു. പക്ഷേ നിന്നെ വിവാഹം കഴിച്ചപ്പോൾ മുതൽ അത് നിനക്ക് വേണ്ടിയുള്ളതായി മാറി. നീ സന്തോഷമായിരിക്കുന്നത് കാണുന്നതാണ് ഇപ്പോൾ എൻ്റെ ലക്ഷ്യം. അതിന് നിനക്ക് സമയം വേണമെങ്കിൽ അത് ഞാൻ തരും. നിന്റെ ഉള്ളിൽ ചേട്ടൻ ഉള്ളിടത്തോളം കാലം മറ്റൊരാൾക്കും അവിടെ സ്ഥാനം കിട്ടില്ലെന്ന് എനിക്കറിയാം. അവൻ്റെ വാക്കുകൾ മീനാക്ഷിയുടെ ഹൃദയത്തിൽ തറച്ചു. അർജുൻ തന്നെ ഒരു ഭാരമായി കാണുന്നില്ലെന്നും മറിച്ച് തൻ്റെ വേദനകളെ ഉൾക്കൊള്ളാനാണ് ശ്രമിക്കുന്നതെന്നും അവൾക്ക് മനസ്സിലായി. ആകാശിനോടുള്ള സ്നേഹം തൻ്റെ ഉള്ളിൽ ഒരു കെടാത്ത വിളക്കായി എന്നും ഉണ്ടായിരിക്കും. പക്ഷേ മുന്നോട്ടുള്ള ജീവിതത്തിൽ തനിക്ക് തണലാകാൻ അർജുൻ അർഹനാണെന്ന് അവൾക്ക് തോന്നി തുടങ്ങി. അവർക്കിടയിലെ സംഘർഷങ്ങൾ സാവധാനം പ്രണയത്തിന് വഴിമാറുകയായിരുന്നു. അത് ആവേശത്തോടെയുള്ള ഒരു പ്രണയമായിരുന്നില്ല, മറിച്ച് പരസ്പരം തിരിച്ചറിഞ്ഞും ബഹുമാനിച്ചും വളരുന്ന ഒരു ആത്മബന്ധമായിരുന്നു. അർജുൻ്റെ ഓരോ നോട്ടത്തിലും അവൾക്കിപ്പോൾ പഴയ ഭയം തോന്നിയില്ല. പകരം ഒരു പുതിയ സ്നേഹത്തിൻ്റെ തളിരുകൾ അവൾ തൻ്റെ ഉള്ളിൽ തൊട്ടറിഞ്ഞു. മീനാക്ഷിയുടെ മനസ്സിലെ സംഘർഷങ്ങൾ ഒരു കൊടുങ്കാറ്റ് അടങ്ങാൻ തുടങ്ങുകയായിരുന്നു. എങ്കിലും അർജുനോടുള്ള തൻ്റെ മാറ്റത്തെ ഒരു കുറ്റബോധത്തോടെ തന്നെയാണ് അവൾ ആദ്യം നോക്കിക്കണ്ടത്. ആകാശിൻ്റെ ഓർമ്മകൾക്ക് മീനാക്ഷിയുടെ ഹൃദയത്തിൽ വലിയൊരു സിംഹാസനം തന്നെ ഉണ്ടായിരുന്നു. ആ സിംഹാസനത്തിൽ മറ്റൊരാളെ ഇരുത്തുന്നത് ഒരു പാപമാണെന്ന് അവൾ വിശ്വസിച്ചു. എന്നാൽ അർജുൻ അതൊന്നും ഒരിക്കലും ആഗ്രഹിച്ചതുമില്ല. അവൻ അവളുടെ നിഴലായി ഒരു പരാതിയുമില്ലാതെ കൂടെ നിന്നു. അവർക്കിടയിലെ ബന്ധം മാറി മറിഞ്ഞ നിർണായകമായ ദിവസം വന്നത് അപ്രതീക്ഷിതമായാണ്. ഒരു ഞായറാഴ്ചയായിരുന്നു അത്. അർജുൻ്റെ ഓഫീസിലെ ചില സുഹൃത്തുക്കൾ അവനെ കാണാൻ വീട്ടിലെത്തി. അവർക്ക് അർജുൻ്റെ വിവാഹത്തെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ടായിരുന്നില്ല. പൂമുഖത്തിരുന്നുള്ള സംസാരത്തിനിടയിൽ അർജുൻ്റെ ഒരു സുഹൃത്ത് തമാശ രൂപേണ ചോദിച്ചു, അല്ല അർജുൻ, നിന്റെ ചേട്ടൻ്റെ ഭാര്യയല്ലേ ഇത്? വിവാഹം കഴിഞ്ഞെന്ന് കേട്ടു, പക്ഷേ നിങ്ങൾ തമ്മിൽ ഒരു ദമ്പതികളെ പോലെ അല്ലല്ലോ ഇരിക്കുന്നത്. ആ വാക്കുകൾ കേട്ട് മീനാക്ഷി തകർന്നു പോയി. അടുക്കളയിൽ ചായ തയ്യാറാക്കിയായിരുന്ന അവൾ ആ ചില്ല് ഗ്ലാസുകൾ താഴെയിട്ടു. അത് ചിന്നിച്ചിതറി. അപമാനവും വേദനയും കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പുറത്ത് നിശബ്ദത പടർന്നു. പക്ഷേ അർജുൻ്റെ മറുപടി മീനാക്ഷി അമ്പരപ്പിച്ചു. അതെ, ഇതെൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയായിരുന്നു, പക്ഷെ ഇപ്പോൾ എൻ്റെ ജീവിത പങ്കാളിയാണ്. ഞങ്ങളുടെ ബന്ധം അളക്കാൻ ഞങ്ങളുടെ പെരുമാറ്റം മാത്രം നോക്കിയാൽ പോരാ. ലോകത്തിന് മുന്നിൽ വലിയ പ്രകടനങ്ങൾ നടത്തുന്നവരല്ല ഞങ്ങൾ. പരസ്പരം ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന രണ്ടുപേരാണ്. ഇനി മീനാക്ഷിയെക്കുറിച്ച് ഇത്തരമൊരു സംസാരം നിന്റെ ഭാഗത്തു നിന്നുണ്ടാകരുത്. അർജുൻ്റെ ശബ്ദത്തിൽ മുമ്പൊരിക്കലും കേട്ടിട്ടില്ലാത്ത ഒരു ദൃഢതയുണ്ടായിരുന്നു. സുഹൃത്തുക്കൾ പോയി കഴിഞ്ഞതും മീനാക്ഷി അടുക്കളയിൽ തന്നെ ഇരുന്നു. അവളുടെ ഉള്ളിൽ ആ വാക്കുകൾ അലയടിച്ചുകൊണ്ടിരുന്നു. തനിക്ക് വേണ്ടി ശബ്ദിക്കാൻ, തന്നെ സംരക്ഷിക്കാൻ ഒരാളുണ്ടെന്ന തിരിച്ചറിവ് അവൾക്ക് നൽകിയ ആശ്വാസം ചെറുതല്ലായിരുന്നു. അർജുൻ അടുക്കളയിലേക്ക് വന്നപ്പോൾ മീനാക്ഷി തകർന്നു പോയ ഗ്ലാസ് കഷ്ണങ്ങൾ പെറുക്കുകയായിരുന്നു. സാരമില്ല മീനാക്ഷി, നീ ഇത് വിട്ടേക്ക്, ഞാൻ വൃത്തിയാക്കാം. അവൻ കുനിഞ്ഞ് അവളുടെ കൈകൾ പിടിച്ചു. ആ സ്പർശനത്തിൽ ആദ്യമായി മീനാക്ഷി തൻ്റെ കൈകൾ പിൻവലിച്ചില്ല. അവൾ അർജുൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ പ്രണയത്തേക്കാൾ വലിയൊരു സത്യസന്ധത അവൾ കണ്ടു. എന്തിനാണ് അർജുൻ എന്നെ ഇത്രയധികം താങ്ങുന്നത്? എനിക്ക് നിനക്ക് തിരിച്ചു നൽകാൻ ഒന്നുമില്ലല്ലോ, അവൾ വിതുമ്പലോടെ ചോദിച്ചു. അർജുൻ അവളുടെ മുഖം കയ്യിലെടുത്തു. തിരിച്ചു നൽകാനല്ല മീനാക്ഷി ഞാൻ സ്നേഹിക്കുന്നത്. നിന്റെ കൂടെ ഇരിക്കാൻ എനിക്ക് അവകാശമുണ്ടെന്ന് നീ എന്ന് കരുതുന്നുവോ അന്ന് മാത്രം മതി എനിക്ക് നിന്റെ സ്നേഹം.
അതുവരെ നിന്റെ ഈ സങ്കടങ്ങളിൽ എനിക്കും ഒരു പങ്ക് നൽകിയാൽ മാത്രം മതി. ആ രാത്രി മീനാക്ഷിക്ക് വലിയൊരു ഉൾവിളിയുണ്ടായി. ആകാശിന്റെ മരണം ഒരു സത്യമാണ്, അത് മായ്ക്കാൻ ആർക്കും കഴിയില്ല. എന്നാൽ ജീവിച്ചിരിക്കുന്ന അർജുന്റെ ജീവിതം താൻ കാരണം മടിപ്പുള്ളതാകുന്നത് ആകാശ് പോലും ഇഷ്ടപ്പെടില്ല എന്ന് അവൾക്ക് തോന്നി. ആകാശ് സ്നേഹിച്ചതും സംരക്ഷിച്ചതും തന്നിലെ സന്തോഷത്തെയാണ്. ആ സന്തോഷം വീണ്ടെടുക്കുക എന്നതാണ് ആകാശിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ദക്ഷിണ എന്ന് അവൾ മനസ്സിലാക്കി. പിന്നീടുള്ള ദിവസങ്ങളിൽ മീനാക്ഷിയിൽ വലിയ മാറ്റങ്ങളുണ്ടായി. അവൾ അർജുനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അവൻ ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ അവൾ തയ്യാറാക്കി. അവൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഒരു പുഞ്ചിരിയോടെ അവൾ കാത്തു നിന്നു. അവരുടെ സംസാരങ്ങളിൽ ആകാശല്ലാതെ മറ്റു പല കാര്യങ്ങളും കടന്നു വന്നു. പുസ്തകങ്ങളും രാഷ്ട്രീയവും ലോകകാര്യവും അവർക്കിടയിലെ ചർച്ചാ വിഷയങ്ങളായി. ഒരു വൈകുന്നേരം അവർ രണ്ടുപേരും ടെറസിലിരിക്കുകയായിരുന്നു. നിലാവിനും വല്ലാത്തൊരു ഭംഗിയുള്ള രാത്രി. മീനാക്ഷി പതുക്കെ അർജുൻ്റെ കൈകൾ പിടിച്ചു. അർജുൻ, നമ്മൾ എന്തിനാണെന്നും ഇത്ര ദൂരെ ഇരിക്കുന്നത്? അർജുൻ ഞെട്ടിപ്പോയി. അവൻ അവളെ അത്ഭുതത്തോടെ നോക്കി. മീനാക്ഷി അവൻ്റെ തോളിലേക്ക് തല ചായച്ചു. ആകാശ് എപ്പോഴും എൻ്റെ ഉള്ളിലുണ്ടാകും, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇനി നിനക്കും തുല്യമായി സ്ഥാനമുണ്ട്. എന്നെ സ്നേഹിക്കാൻ നിനക്ക് കഴിയുമോ? അർജുൻ ഒന്നും മിണ്ടിയില്ല. അവൻ അവളുടെ നെറുകയിൽ പതുക്കെ ചുംബിച്ചു. ആ ചുംബനത്തിന് പവിത്രമായൊരു പ്രണയത്തിൻ്റെ സുഗന്ധമുണ്ടായിരുന്നു. അതൊരു പുതിയ തുടക്കമായിരുന്നു. നഷ്ടപ്പെട്ടു പോയ ജീവിതത്തെ സ്നേഹം കൊണ്ട് തുന്നിച്ചേർത്ത ഒരു പുതിയ അധ്യായം. ആ മുറിയിലെ ആകാശിൻ്റെ ഫോട്ടോയിൽ നോക്കി മീനാക്ഷി മനസ്സിൽ പറഞ്ഞു, ആകാശേ, ഞാൻ വീണ്ടും പ്രണയിച്ചു തുടങ്ങുകയാണ്. നിന്നെ തന്നെ, അതേ സ്നേഹത്തോടെ തന്നെ. അവസാനിച്ചു.